കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഈ തലക്കെട്ട് അപ്പാടെ ചേരുന്നത് നമ്മൾ മലയാളികൾക്ക് മാത്രമാണ്. ഇനി ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു മലയാളിയുടെ ചായക്കട കാണുമെന്ന് ചിലർ നമ്മളെ കളിയാക്കി പറയാറുണ്ടല്ലേ. വാസ്തവത്തിൽ അതിൽ കുറച്ച് സത്യമുണ്ട്. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനേക്കാൾ മുമ്പേ നേടിയെടുക്കാനുള്ള നമ്മളുടെ ഒരു കഴിവാണത്. എന്തിനെപ്പറ്റിയും ആധികാരികമായി അറിവ് നേടിയിട്ട് അതിനെപ്പറ്റി കുറ്റം പറയാനുള്ള നമ്മളുടെ പ്രത്യേകത കൂടിയാണത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ മലയാളികൾ എല്ലാം അത്ര പ്രശ്നക്കാരാണോ? ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അതിനെ ഊതി ഊതി വലുതാക്കാനാണോ മലയാളികളുടെ സ്വഭാവമെന്ന്? അങ്ങനെയൊന്നുമില്ല. ഒരു പ്രശ്നം വന്നാൽ അത് നമുക്ക് നേരെയല്ല, അത് മറ്റുള്ളവർക്ക് മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ മാത്രം അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അതിനെ നമ്മളൊരു ആറ്റം ബോംബാക്കി മാറ്റും. ഇനി നമുക്ക് നേരെ ഒരാൾ ആറ്റം ബോംബുമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ പിടിച്ചിരുത്തി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഒരു ചായയും വാഴക്കപ്പൊക്കെ കൊടുത്തിട്ട് വീട്ടിലെ പിള്ളേരെ കൊണ്ട് അങ്ങേരെ കയ്യിൽ ആറ്റം ബോംബിനെ മുള്ളിച്ച് നിർവീര്യമാക്കാനുള്ള കഴിവ് നമ്മൾ മലയാളികൾക്ക് മാത്രം സ്വന്തം. എന്ന് വെച്ച് മറ്റുള്ളവരെ നന്മ കണ്ടാലും അയാൾ അഭിനന്ദിക്കേണ്ട കാര്യം വന്നാലും നമ്മൾ അഭിനന്ദിക്കൂലേന്നല്ലേ? നമ്മൾ സത്യമായിട്ട് അഭിനന്ദിക്കും. പക്ഷേ നോട്ട് ദ പോയിന്റ്. ഒരാളെ നമുക്ക് അഭിനന്ദിക്കണമെങ്കിൽ, അയാളെ പുകഴ്ത്തി പറയണമെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്ത് അയാളെ താഴ്ത്തിക്കെട്ടി പറയാനേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വിരുന്ന് വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കറി കൊള്ളാമെങ്കിൽ സ്വന്തം ഭാര്യയുടെ സാമ്പാറിനെ കുറ്റം പറഞ്ഞിട്ട് വേണം അവിടുത്തെ കറി അമൃതാണെന്ന് പറയാൻ. കൂട്ടത്തിൽ കണ്ടോ ഡി, ഇതാണ് സാമ്പാർ, കണ്ട് പടി. കൂട്ടത്തിൽ ഉപദേശവും കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഈ സാമ്പാർ ഉണ്ടാക്കണേന്ന് ഒന്ന് ചോദിച്ചു പഠിച്ചോ. കാര്യം നിസ്സാരം, ഒരു സാമ്പാർ. പക്ഷെ പ്രശ്നം കുനിച്ച് നിർത്തി കൂമ്പിനിടി. തൊണ്ടയിൽ കൈയിട്ട് അവിടെ നിന്ന് കഴിച്ചത് മൊത്തം വാളും വയ്പ്പിച്ച് 2 ദിവസം നിരാഹാര സത്യാഗ്രഹവും 3 ദിവസം മുഖം വലിപ്പിച്ച് കെട്ടിയ ഒരു നടം. അത് കഴിഞ്ഞ് അവസാനം ഇനി മേലാൽ ആ വീട്ടിൽ വിരുന്ന് പോകില്ലെന്നും അഥവാ പോയാൽ ഇനി ഇക്കിള് വന്നാൽ പോലും ഒരു പച്ചവെള്ളം വാങ്ങിച്ച് കുടിക്കൂല എന്നുള്ള സത്യപ്രതിജ്ഞയും കൂടെ കഴിയുമ്പോഴത്തേക്ക് കാര്യം നിസ്സാരമായിട്ടങ്ങ് മാറാറുണ്ട് അല്ലേ? ഈ കുറ്റം പറഞ്ഞിട്ട് കൂട്ടത്തിൽ നല്ലത് പറയുന്നത് നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരശുരാമൻ മഴു എറിഞ്ഞ് കേരളം പൊങ്ങി വന്നപ്പോൾ ആദ്യത്തെ മലയാളി എന്നെ പറഞ്ഞത്, ആഹാ പാവയ്ക്ക പോലെ ഇരിക്കണുണ്ടല്ലോ, വേറെ കുറച്ചുകൂടെ നല്ല ഷേപ്പായിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേനെ എന്നാണ്. ഒരു കുട്ടിയെ നോക്കിയിട്ട്, ആഹാ കറുപ്പായാൽ എന്താ, കറുപ്പിന് ഏഴല്ലേ, കൃഷ്ണന്റെ നിറം കറുപ്പല്ലേന്ന്. ലേ കൃഷ്ണൻ, ഇതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് ബോഡി ഷേപ്പിംഗ് ചെയ്യണം എന്തിനീ തള്ളാന്ന്. പപ്പടം പൊടിഞ്ഞു പോയാലെന്താ, സദ്യ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? സദ്യക്ക് പപ്പടം പൊടിച്ചല്ലേ കഴിക്കണത്, സീഡി പോലെ അങ്ങോട്ട് കയറ്റി ഇറക്കാനൊന്നും പറ്റൂലല്ലോ. തെങ്ങിന്ന് വീണാലെന്താ, നടുവല്ലേ തളർന്നുള്ളൂ, ചത്തുപോയില്ലല്ലോ എന്ന് തെങ്ങിന്ന് വീണ് നടു തളർന്ന് കിടക്കണ വാസുവാമിന് ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ കുടുംബശ്രീയിലെ ചേച്ചിമാർ. ഇതിലും ഭേദം ചാവണതായിരുന്നു നമ്മുടെ വാസുവാമൻ. പിന്നെ നമ്മൾ മലയാളികളെ പറ്റി ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. സ്വന്തം വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അയലത്തെ വീട്ടിലോട്ട് എത്തി നോക്കിയിട്ട്, ആഹാ അവിടെയും കറണ്ട് ഇല്ല, അപ്പം മനസമാധാനമായി എന്ന്. എന്നാൽ അത് തെറ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് പോകണമെങ്കിൽ അത് നമ്മളെ വീട്ടിൻ്റെ എന്തോ ഒരു കുറ്റം കൊണ്ടാണെന്നും നമ്മൾ തന്നെ KCBയെ വിളിക്കണമല്ലോ, എന്നിട്ട് നമ്മളത് മെനക്കെടണമല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ്. അതേസമയം അയൽ വീട്ടിലും കൂടെ പോയി കഴിഞ്ഞാൽ ആ ലൈന് മൊത്തം പോയിട്ടുണ്ട്, അവരാരെങ്കിലും KCBയെ വിളിച്ചോളും, നമ്മൾ അത്രയും മെനക്കെടണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം മാത്രമാണ്. പിന്നെ നമുക്കില്ലെങ്കിൽ അവർക്കും വേണ്ട എന്നുള്ളൊരു കുശുമ്പൊന്നും കൊണ്ടല്ല എന്ന്. വെറ്റില ചവയ്ക്കാൻ പല്ലില്ലാത്തതുകൊണ്ട് അടക്കയെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ആ പഞ്ചായത്തിലെ മൊത്തം കറണ്ട് കളയിപ്പിച്ച് ഓമനെ പ്രത്യേകം നിങ്ങളോട് പറയാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മുടെ ചെവിയും മൂക്കും നാക്കും കണ്ണും എന്തിനു പഞ്ചേന്ദ്രിയം വരെ നല്ല ഷാർപ്പായിരിക്കും. അപ്പുറത്തെ വീട്ടിലേക്ക് ജനാല വഴി നോക്കി അവരുടെ കാര്യം ചൂഴ്ന്നെടുക്കാനുള്ള നമ്മളുടെ കഴിവേ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് ഏതാണ്ട് ഒരു അയലത്തെ അദ്ദേഹം കളി എല്ലാം കേട്ട് വച്ച് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് വളരെ കുറവായതുകൊണ്ട് മാത്രം വൈകിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയ കെട്ടിയവന് ഒരു ചൂട് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത് ചെന്നിരുന്ന അന്നത്തെ മൊത്തം കാര്യങ്ങൾ പൊരിച്ചതും വറുത്തതും കുറച്ച് കേട്ടതും കയ്യിൽ നിട്ടതും എല്ലാം കൂടെ ചേർത്ത് നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ഇൻട്രസ്റ്റോടെ ഇരുന്ന് കേട്ടിട്ട് അറ്റ് ലാസ്റ്റ്, നിനക്ക് എന്തിൻ്റെ കേടാണ്, നീ എന്തിനു ഈ കണ്ടവരെ കാര്യത്തിൽ ഇടപെടാൻ പോണത്, സ്വന്തം കാര്യം നോക്കിക്കൂടെയെന്ന്. ഇത്രയും നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പറയിപ്പിച്ച നമ്മൾ ആരായി? തംബ്ലൈൻ നോക്കി വീഡിയോ കാണുന്നവരാണ് നമ്മളല്ലേ. സത്യം പറഞ്ഞാൽ മലയാളികളുടെ അടിസ്ഥാന സ്വഭാവത്തെ ചൊറിഞ്ഞുണർത്തുന്നതാണ്. ഒരു പെൺകുട്ടി വയറും താങ്ങി പിടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥികൾ എത്തി എന്ന് തംബ്ലൈനോട് കൂടി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി അത് തുറന്ന് കാണും. അവക്കിനി ഏക്കൂണ് വല്ലതും തുടങ്ങിയോ അതോ പ്രസവിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി. തുറന്നൊക്കെ എന്താണ്, അവളെ വീട്ടിലെ കിങ്ങിണി പൂച്ച 4 പെറ്റെന്ന്. നല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ആ വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ കമൻറ്റ് ബോക്സ് പോയി കുംഭഭരണി സപ്താഹ യജ്ഞമൊക്കെ നടത്തി നമ്മളങ്ങോട്ട് തൃപ്തിയടയും. ഏതാണ്ട് ബിഗ് ബോസ് കുത്തിയിരുന്ന് കണ്ടിട്ട് നേരെ ലൈവിൽ കയറി കുറ്റം പറയൂലേ, ഇത്രയും കുറ്റം ഉണ്ടെങ്കിൽ ഇത് കാണാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ട് കുറ്റം പറഞ്ഞാൽ ഒരു ഹരമുള്ളൂ. ഈ മുൻവിധിയുടെ കാര്യത്തിലും നമ്മൾ മലയാളികൾ മുന്നിൽ തന്നെയാണ്.
നമ്മുടെ മുന്നിൽ നിന്ന് ഒരാൾ നാളെ എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ പോണതിന് മുമ്പ് നായാന്ന് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളതിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അത് ചുരുക്കം ചിലവരാണ് കേട്ടോ. ഈ ചുരുക്കം ചിലവരെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി കമന്റ് ബോക്സിൽ വന്ന് അത് നിന്റെ മാമനാടി, അത് നിന്റെ കൊച്ചിച്ചനാടി എന്ന് വെറുതെ എന്തിന് വീട്ടിൽ കിടക്കണ രായം കൊച്ചു തുമ്മി മരിക്കുന്നത്. ആദ്യം കേൾക്കുന്നത് എന്തോ അത് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. സത്യം കൊടയും എടുത്ത് വന്നു തുടങ്ങുമ്പോഴത്തേക്കും കള്ളം വീട്ടിനകത്ത് കയറി ഇലയിട്ട് ഉണ്ടു തുടങ്ങിക്കാണും. അങ്ങനെയാണ് ഒരു കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം തന്നെ നമ്മൾ മലയാളികൾക്ക് വന്ന വലിയ ചേഞ്ചാണ്. മുഖം കാണിക്കണ്ടല്ലോ, 4 ചുമരിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സ്വന്തം മൊബൈൽ, സ്വന്തം കൈ, സ്വന്തം വിരൽ, ടൈപ്പോട് ടൈപ്പ്. ഇനി അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നല്ല വീഡിയോയിൽ വന്നിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ കൈയഴിച്ച് സഹായിക്കും. കാരണം നമ്മൾ മലയാളികളോളം മനുഷ്യപ്പറ്റുള്ള ഒരു ലോകത്ത് വേറെയില്ല. നമ്മൾ സഹായിച്ച് അവരൊരു നിലയിൽ എത്തിക്കഴിയുമ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങും. ആഹാ, പണ്ട് എങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ് വന്നവളാന്നുണ്ടോ, അവളുടെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടോ, നന്നാവണം നമുക്ക് ഇഷ്ടമില്ല. എല്ലാവരും അല്ല കേട്ടോ, അതും ചുരുക്കം ചിലരാണ്. ഇനി നല്ലൊരു വീഡിയോ കണ്ട് അതിന് നമുക്കൊരു നല്ല അഭിപ്രായമോ അല്ലെങ്കിൽ മോശം കമൻറ്റോ ഇടാൻ വേണ്ടി നമുക്ക് തോന്നി, നമ്മൾ ഇടുന്നതിന് മുമ്പ് അതിന് മുമ്പ് വന്ന കമൻസ് മൊത്തം നമ്മൾ വായിക്കും. മെജോറിറ്റി കമൻസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനൊത്ത് പോകുക എന്നുള്ളതാണ് അല്ലേ. ഈ ഏതെങ്കിലും മുഖം കാണിക്കാത്ത ചേട്ടൻ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ആദ്യത്തെ കമൻറ്റിൽ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളും അതേ തെറി വിളിക്കണമെന്നുണ്ടോ? നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ തന്തയല്ല നിങ്ങളുടെ തന്ത. അതുകൊണ്ട് നമ്മളെ സ്വന്തം അഭിപ്രായം സ്വന്തമായി രേഖപ്പെടുത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനൊരു അന്തസ്സുണ്ട്. അപ്പോൾ പറയും നമ്മൾ മലയാളികൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ചേരെ തിന്നണ നാട്ടിൽ പോയാൽ നടുകണ്ടം ചോദിച്ച് വാങ്ങിച്ച് തിന്നണവരാണെന്ന്. ഏയ്, ഇഷ്ടമില്ലെങ്കിൽ തിന്നാൻ പോവരുത്. കൂടെ പിടിക്കണമെന്ന് വെച്ച് ചേരേരെ നടുകണ്ടം തന്നെ തിന്നണമെന്നുണ്ടോ? മൂർഖൻ്റെ വാലും കഷ്ണം കൊണ്ടുവരാൻ പറ, തിന്ന് കാണിക്കാന്ന് പറ. എന്തൊക്കെ പറഞ്ഞാലും മലയാളി പൊളിയാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ, ഏത് ഭാഷ എത്ര പെട്ടെന്ന് വേണമെങ്കിൽ പഠിക്കാൻ, ഏത് കൾച്ചറിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യാനും, ഒരു പ്രശ്നം വന്നാൽ അപ്പം മുതൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും നമ്മൾ ഭയങ്കര പൊളിയാണ്. ഇനി എത്ര നിസ്സാരമായ കാര്യത്തിനെ ഗുരുതരമാക്കാനും, ഇനി ഗുരുതരമായ പ്രശ്നം വന്നാൽ അതിനെ നിസ്സാരവൽക്കരിക്കാനും നമ്മളുടെ കഴിവ് ഒരു പ്രത്യേകത തന്നെയാണ്. എന്തേ, മലയാളി പൊളിയല്ലേ?